പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. ഓണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്കായി വാർത്ത 24 ടീം എറണാകുളം വരെ വന്നതാണ്. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രമായ ഫോർട്ട് കൊച്ചി ഒന്ന് സന്ദർശിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ തൊട്ടുപിറകിൽ കാണുന്ന വാട്ടർ മെട്രോയുടെ എൻട്രി പോയിൻ്റാണ്. ഫോർട്ട് കൊച്ചിയിൽ നിന്നും വാട്ടർ മെട്രോ വഴി മറ്റ് പല സ്ഥലങ്ങളിലേക്കും യാത്ര തിരിക്കാനെന്ന ആവശ്യമായ ഒരു ജലഗതാഗത മാർഗം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് കേരള സർക്കാർ ഇനാഗുറേറ്റ് ചെയ്ത്. അപ്പോൾ ആ വാട്ടർ മെട്രോയിൽ നമുക്ക് കാഴ്ചകളിലേക്ക് പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഇതൊരു വിനോദസഞ്ചാര കേന്ദ്രത്തിനുപരി നിരവധിയായ ഒരു വ്യാപാര കേന്ദ്രമാണ്. ഇവിടെ മിക്ക സാധനങ്ങളും മീൻ, പച്ചക്കറി, കരകൗശല വസ്തുക്കളെ, വസ്ത്രങ്ങളെ, അങ്ങനെ എല്ലാ ഐറ്റങ്ങളും കിട്ടുന്ന ഒരു മാർക്കറ്റ് കൂടിയാണ് ഈ ഫോർട്ട് കൊച്ചി. പഴയ നാഗരികതയുടെ അല്ലെങ്കിൽ പഴയ പോർച്ചുഗീസ് ബ്രിട്ടീഷുകാരുടെയൊക്കെ കാലത്തുണ്ടായിരുന്ന ആ തനിമയൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ വിനോദസഞ്ചാര കേന്ദ്രം ഇപ്പോഴും നമ്മുടെ സർക്കാരുകൾ പരിപാലിച്ചു പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വാട്ടർ മെട്രോയുടെ തൊട്ട് അടിയിലായി തന്നെ നമ്മുടെ ദേശീയ പതാക, വലിയ ഒരു പടുകൂറ്റനായ ഒരു ദേശീയ പതാകമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനം. ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ സിരകളിലൊക്കെ വളരെയധികം രാജ്യത്തിൻ്റെ അഭിമാന ബോധം ഉയർത്തുന്ന തരത്തിലേക്കുള്ള നല്ല മനോഹരമായ രീതിയിലാണ് ദേശീയ പതാക ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പം കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നടക്കുകയാണ്. ഞങ്ങൾ തത്സമയമായി ഈ രംഗങ്ങൾ ചിത്രീകരിക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇവിടെ വലിയ തിരക്കാണ്. ഓണത്തോടനുബന്ധിച്ച് നമുക്ക് റേഞ്ച് കിട്ടാത്തതിൻ്റെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പോൾ ഒരു വീഡിയോ രൂപത്തിലേക്ക് നിങ്ങളുടെ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് ക്ഷണിക്കുന്നത്. കാണാം, വലിയ തിരക്കുള്ള ഒരു ഏകദേശം ഉച്ചയ്ക്ക് 2 മണി കൂടെ ആകുന്നുണ്ടെങ്കിൽ പോലും വലിയ തിരക്കാണ് ഈ പ്രദേശത്തൊക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്ന ഇവിടെ നിരവധിയായ ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നുള്ള വിനോദസഞ്ചാരികൾ വരുന്ന ഒരു മേഖല കൂടിയാണ് ഫോർട്ട് കൊച്ചി. ഇവിടെ കരകൗശല വസ്തുക്കളും ഫാൻസി ഐറ്റംസ് ആയാലുള്ള വലിയ വ്യാപാരത്തിൻ്റെ മേഖല കൂടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പോലെ തന്നെ മനോഹരമായ രീതിയിലൊക്കെയാണ് ഈ സ്ട്രീറ്റ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അവിടെ തന്നെ വസ്ത്രങ്ങളും കണ്ണടകളും കരകൗശല വസ്തുക്കളും എല്ലാം തന്നെ നിൽക്കുന്ന ചെറുകിട വ്യാപാരികളെ കാണാൻ സാധിക്കും. അവരുടെയൊക്കെ ഒരു ജീവിത മാർഗം കൂടിയാണ്. ആയിരക്കണക്കിന് ആളുകൾ വരുന്നതോടൊപ്പം തന്നെ നൂറുകണക്കിന് നിരവധിയായ കച്ചവട സ്ഥാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. വ്യത്യസ്തങ്ങളായ കരകൗശല ശില്പങ്ങൾ, തൊപ്പികൾ, ബാഗുകൾ, അങ്ങനെ എല്ലാ രീതിയിലും പലതരത്തിലുള്ള വ്യത്യസ്തങ്ങളായ കച്ചവടം അത് അടൂരിൻ്റെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. ഇപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ട പല ആളുകൾക്കും അസുഖമുള്ളവർ കാണും, പല ബുദ്ധിമുട്ടുള്ളവർ കാണും. വീട്ടിൽ തന്നെ ഓണമൊക്കെ ആഘോഷിച്ച് കഴിയുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അടൂരിൻ്റെ അല്ലെങ്കിൽ വാർത്ത 24 പ്രേക്ഷകരുടെ വേണ്ടിയാണ് ഈ വീഡിയോ ഞങ്ങൾ ഈ ഫോർട്ട് കൊച്ചിയിലേക്ക് വരുമ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അപ്പം കടലിലെ ശംഖും ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു നല്ല മനോഹരമായ കരകൗശലത്തിൻ്റെ ഒരു ചെറിയ കടയാണ് കാണാൻ സാധിക്കുന്നത്. നിരവധിയായ വ്യത്യസ്തങ്ങളായ ബാഗുകളെ ഒരു വലിയ ഒരു കൂട്ടം തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. എന്തായാലും ഈ ഫോർട്ട് കൊച്ചിയിൽ വന്നു പോകുന്ന ഒരാൾക്കും നിരാശാജനകമായ ഒരവസ്ഥയുണ്ടാകുന്നില്ല. കാരണം അത്രയ്ക്കും മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ഫോർട്ട് കൊച്ചിയിലെ പോർട്ടിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് ഞങ്ങൾ പ്രേക്ഷകരെ ക്ഷണിക്കുന്നത്. മനോഹരമായ കായൽ തീരം, നിരവധിയായ ചെറിയ ബോട്ടുകളും ട്രഡ്ജറുകളുമാണ് ഇപ്പോൾ ഇതുവഴി പാസ് ചെയ്തു പോകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ട് സൈഡിലായി തന്നെ നിരവധി മത്സ്യ വ്യാപാരികൾ നല്ല മുന്തിയനം, നെയ്മീൻ, കാളാഞ്ചി, അതുപോലെ ചെമ്പല്ലി അടക്കമുള്ള നല്ല മീനുകളും ഫ്രഷായ മീനുകളും കിട്ടുന്ന ഒരു വ്യാപാര കേന്ദ്രം കൂടിയാണ് ഈ ഫോർട്ട് കൊച്ചി. അതുപോലെ തന്നെ ചീന വലയുടെ ദൃശ്യങ്ങളിലേക്കും പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. മത്സ്യങ്ങൾ ഇവിടെ വിനോദസഞ്ചാരത്തിനുപരി നിരവധിയായ മത്സ്യങ്ങളുടെ ഒരു കാഴ്ച കാണാം. ചെമ്പല്ലി, ചൂരയും ഞണ്ടും അടക്കമുള്ള വ്യത്യസ്തങ്ങളായ ഞണ്ട് അടക്കമുള്ള നമ്മുടെ നാട്ടിൽ കാണാത്ത തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ഞണ്ടുകൾ, വില കൂടിയ രുചിയേറിയ വിഭവങ്ങൾ. എന്തോ ചേട്ടാ ഇത് ബ്ലൂ സ്കാമ്പി, ഇതിന് എങ്ങനെ കിലോയ്ക്ക് വില? കിലോ 750 ലോബ്സ്റ്റർ ആണല്ലേ? എപ്പോഴും പല റേറ്റാ വരുന്നത്. മെയിലും ഫീമെയിലും ഉണ്ട്. ഫീമെയിൽ അത് മെയിലാണ്. കാല് കൂടുതൽ വലുത് തന്നെ മെയിലിനും, കാല് ചെറുത് തന്നെ ഫീമെയിലിനുമാണ്. അപ്പം വ്യത്യസ്തങ്ങളായ മത്സ്യ വിഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഫോർട്ട് കൊച്ചിയിലെ സ്ട്രീറ്റാണ് നമുക്ക് കാണാൻ സാധിക്കും. ഫോർട്ട് കൊച്ചിയിലെ കായൽ തീരത്തോട്
ചേർന്നുള്ള അല്ല പോർട്ടിനോട് ചേർന്നുള്ള സ്ഥലത്ത് കാണുന്ന ചീന വലയുടെ ദൃശ്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇറങ്ങിച്ചെന്ന് ഈ ചീന വലയുടെ ദൃശ്യങ്ങൾ നമുക്ക് പ്രേക്ഷകരിലെത്തിക്കാം. അടൂരിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഫോർട്ട് കൊച്ചി കണ്ടവർ ആയിരിക്കാം കൂടുതലും, കാണാത്തവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഓണവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ നിന്നും പോകാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നിന്നും വരാൻ പറ്റാത്ത ആളുകൾ കാണാം. അവർക്കൊക്കെ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ ഫോർട്ട് കൊച്ചിയിലേക്ക് വന്നപ്പോൾ ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ. ചീനവല, ഇതാണ് ചീനവല. ഇത് ഇപ്പോൾ ഉയർത്തി നിൽക്കുന്ന കാഴ്ചയാണ്. താഴത്ത് രാത്രി കാലങ്ങളിൽ മത്സ്യബന്ധനം നടത്താൻ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. തൊട്ട് പിറകിലായി നിരവധിയായ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞൊരു വ്യാപാര കേന്ദ്രം കൂടിയാണ് ഈ ഫോർട്ട് കൊച്ചി. വ്യത്യസ്തങ്ങളായ മത്സ്യങ്ങളെ പരിചയപ്പെട്ടു, വ്യത്യസ്തങ്ങളായ കടകൾ നമ്മൾ പരിചയപ്പെട്ടു, വ്യത്യസ്തങ്ങളായ ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് വരുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 12 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഫോർട്ട് കൊച്ചി. ആ ഫോർട്ട് കൊച്ചി പഴയ ബ്രിട്ടീഷുകാരുടെയും പോർച്ചുഗീസുകാരുടെയും ഒക്കെ ഒരു വ്യാപാര കേന്ദ്രം കൂടിയായിരുന്നു. അതിൻ്റെ എല്ലാം തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോഴും അത് കെട്ടിടങ്ങളെല്ലാം പരിപാലിച്ചു പോകുന്നത്. ഇവിടെ ദിവസേന ആളുകൾ, വിദേശീയ സഞ്ചാരികളടക്കമുള്ള ആളുകൾ ഈ പ്രദേശങ്ങളിൽ സഞ്ചരിക്കുകയും അതോടൊപ്പം തന്നെ അവരുടെ സമയങ്ങൾ എൻജോയ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഈ ഫോർട്ട് കൊച്ചി. നിരവധിയായ വ്യാപാര സ്ഥാപനങ്ങൾ കാണാൻ സാധിക്കും. ആയിരക്കണക്കിന് ആളുകളാണ് ഈ പ്രദേശത്തോട് ദിവസേന. ഇപ്പോൾ ഒരു 2 മണി കഴിയുന്നേ ഉള്ളൂ. ഒരു 4-5 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഈ പ്രദേശത്ത് നിൽക്കാൻ പറ്റാത്ത അത്ര തരത്തിലേക്കുള്ള തിരക്ക് അനുഭവപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഞങ്ങൾ 1-2 ആവശ്യമായി വന്നപ്പോൾ ഫോർട്ട് കൊച്ചി കാണാതെ ഇരിക്കാൻ വയ്യ. അത് വളരെ നിരാശ തന്നെയായിരിക്കും. അതുകൊണ്ട് ഫോർട്ട് കൊച്ചി കണ്ട് മടങ്ങാം. ഇവിടെ വ്യത്യസ്തങ്ങളായ വ്യാപാര ചെറിയ കടകൾ, കരകൗശല കടകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ രുചി ഭേദങ്ങൾ, ചെറിയ സ്നാക്സുകൾ, അതുപോലെ ഫ്രൂട്ടിൻ്റെ ഐറ്റംസ്, നോർത്ത് ഇന്ത്യൻ വിഭവങ്ങളായ ബേൽപൂരി, മസാലപ്പൂരി, മസാല ചായ, അങ്ങനെ കണ്ണിനും കാഴ്ചയ്ക്കും ഒക്കെ കുളിമ നൽകുന്ന കടകളാണ്. മനോഹരമായ രീതിയിലാണ് നോർത്ത് ഇന്ത്യൻ ഫുഡുകൾ, സമൂസയുടെ, പനീർ പൂരി, അങ്ങനെയുള്ള നിരവധിയായ വ്യത്യസ്തങ്ങളായ കടകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ നമ്മുടെ കപ്പലുകളും അതുപോലെ നങ്കൂരമിടുന്ന ആങ്കറാണ് പഴയ കാലത്തിൻ്റെ ഓർമ്മ പുതുക്കിക്കൊണ്ട് ഈ ഫോർട്ട് കൊച്ചിയിൽ മനോഹരമായ രീതിയിൽ അതിനെ സ്ഥാപിച്ചിരിക്കുന്ന രംഗമാണ്. ഇത് ഏകദേശം ഇതിൻ്റെ കാഴ്ചകൾ കാണുന്ന പ്രേക്ഷകർക്കൂടെ കാണാൻ സാധിക്കും. ഈ 938 കാലങ്ങളിൽ ഉപയോഗിച്ച നങ്കൂരമാണ് ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. വെള്ളിങ്ങിൻ്റെ സായിപ്പ് ഉപയോഗിച്ചത് ഇപ്പോൾ ആളുകൾക്ക് കാണുന്നതിന് വേണ്ടി ഇവിടെ മനോഹരമായ രീതിയിൽ അണിച്ചൊരുക്കിയ ഒരു രംഗമാണ് പ്രേക്ഷകർ കണ്ടത്. അങ്ങനെ എന്തായാലും ഇവിടെ വരുന്ന ആളുകൾക്ക് കണ്ണിനും മനസ്സിനുമൊക്കെ വളരെയധികം ആശ്വാസവും സന്തോഷവും നൽകുന്നു, തർക്കമില്ല. ഒഴിവുവേളകളിൽ അല്ലെങ്കിൽ ഒരു ദിവസം ഒക്കെ കൊച്ചിയിലൊക്കെ വരുന്ന ആളുകൾക്ക് തീർച്ചയായും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കണ്ണിന് കുളിർമയേകും മനസ്സിന് സന്തോഷമേകുന്ന നിരവധിയായ കാഴ്ചകളും നമുക്ക് വീട്ടിലാവശ്യമായ നിരവധിയായ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും പറ്റിയ ഒരു ഇടം കൂടിയാണ്. വളരെ വിലക്കുറച്ചും ഭംഗിയുള്ള സാധനങ്ങൾ കാണുന്നതിന് നമുക്ക് സാധിക്കും. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട, കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന വാചകങ്ങൾ നമുക്കറിയാം. അതിനെയൊക്കെ അന്വർത്ഥമാകുന്ന തരത്തിലുള്ള മനോഹരമായ സുന്ദരിമാരൊക്കെ കടന്നു വരുന്ന ഒരു മേഖലയാണ്. തീർച്ചയായും ചെറുപ്പക്കാരായ ആളുകൾക്ക് വളരെയധികം ആകർഷണീയമായ ഒരു പ്ലേസ് തന്നെയാണ് ഫോർട്ട് കൊച്ചി എന്നതിൽ തർക്കവുമില്ല. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിനോദസഞ്ചാരികൾ ദിവസേന കടന്നു വരുന്ന സീസണുകളിലുപരി, സീസൺ നമ്മുടെ ഡിസംബർ ജനുവരി മാസമാണ് സീസൺ പോലും, ആ സീസണുകൾക്ക് വ്യത്യസ്തമായി എല്ലാ ദിവസവും തന്നെ ആളുകൾ കടന്നു വരുന്ന ഒരു മേഖല കൂടി തന്നെയാണ് ഈ ഫോർട്ട് കൊച്ചി. നിരവധിയായ കരകൗശല ശില്പങ്ങളുടെ, അതൊരു ഊതിൻ്റെയും അത്തറിൻ്റെയൊക്കെ ഒരു മേഖല, കോണിൻ്റെ ഒരു വ്യാപാര കേന്ദ്രം, അങ്ങനെ എല്ലാ തരത്തിലും കുളിർമ നൽകുന്ന ഒരു മനോഹരങ്ങളായ ദൃശ്യങ്ങളാണ് ഫോർട്ട് കൊച്ചിയിൽ കാണാൻ സാധിക്കുന്നത്. എൻ്റെ ഇത് ഇപ്പോൾ എൻ്റെ തൊട്ട് ഫ്രണ്ടിലായി കാണുന്ന ഇത് ബോയിലേഴ്സാണ്. പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ബോയിലേഴ്സാണ്. 1950 കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ബോയിലേഴ്സാണ്. സ്റ്റീം ബോയിലറാണ്. ട്രെയിനൊക്കെ
ക്രെയിനൊക്കെ ഉപയോഗിക്കുന്ന ബോയിലേഴ്സാണ്. അതിൻ്റെ ഇളക്കി മാറ്റിക്കൊണ്ട് 1986 ഇതിവിടെ ഉപയോഗിച്ച ബോയിലറാണ്. അന്നേക്കാലം ഉപയോഗിച്ചിരുന്ന ബോയിലറിനെ മനോഹരമായ രീതിയിൽ തന്നെ ഇവിടെ ആളുകൾക്ക് കാണുന്നതിന് വേണ്ടി, അതിൻ്റെ ചരിത്രത്തിൻ്റെ ഓർമ്മകൾ പുതുക്കുന്നതിന് വേണ്ടി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത്. തൊട്ട് സൈഡിലായിട്ട് തന്നെ നിരവധിയായ ട്രഡ്ജറുകളും അതോടൊപ്പം തന്നെ ചെറിയ കപ്പലുകളൊക്കെ വന്നു പോകുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കണ്ടു. ദൂരെ കാഴ്ചയിലേക്ക് കൂടി പ്രേക്ഷകരെ ക്ഷണിക്കുകയാണ്. ഫോർട്ട് കൊച്ചി പോർട്ടിൻ്റെ സൈഡാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും നിരവധിയായ കൊച്ചു ബോട്ടുകളും അതുപോലെ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലുകളുമൊക്കെ വന്ന്. പക്ഷേ ഈ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് ഈ ഫോർട്ട് കൊച്ചിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉടലെടുത്തായിരുന്നു. ഇവിടെ ഒരു സായിപ്പ് വന്ന് ഈ ഫോർട്ട് കൊച്ചി അവരുടെ ടീമിൻ്റെ നേതൃത്വത്തിൽ വൃത്തിയാക്കുന്ന രംഗമൊക്കെ നമ്മുടെ പത്രമാധ്യമങ്ങളിലൊക്കെ വളരെ വാർത്ത നിറഞ്ഞു നിന്നിരുന്നു. അപ്പോൾ ഇപ്പം തന്നെ വളരെ വൃത്തിഹീനമായി തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. വേസ്റ്റുകൾ വന്നടിയുകയും പ്ലാസ്റ്റിക്കുകൾ അടക്കമുള്ള നിരവധിയായ പാഴ്വസ്തുക്കൾ കൊണ്ട് കടപ്പുറമാകെ അല്ലെങ്കിൽ ബീച്ചാകെ നശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഫോർട്ട് കൊച്ചിയിലെ ദൃശ്യങ്ങൾ നിങ്ങൾ കണ്ടു കാണും. പലരും ഇത് കണ്ടവരുമായിരിക്കും. പക്ഷേ ഒരു ദിവസമൊക്കെ ചിലവാക്കാൻ പറ്റിയ ഒരു മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രം തന്നെയാണ് ഫോർട്ട് കൊച്ചി. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ പ്രദേശത്ത് കടന്നു വരണം, ഈ കാഴ്ചകൾ കാണണം. ഒരു ദിവസത്തെ സന്തോഷകരമായ നിമിഷങ്ങൾ ഇവിടെ ചിലവഴിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഫോർട്ട് കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.